യുദ്ധത്തിന് പേര് കേട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഒരു യുദ്ധകൊതിയൻ, ഒരു വാർമോങ്കർ. രാജാവിനൊപ്പം ശക്തനമായ ഒരു ആനയും എപ്പോഴും യുദ്ധത്തിനുണ്ടാകും. ഏത് യുദ്ധം ജയിച്ചാലും രാജാവ് ആനയ്ക്ക് കൂടി ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് കൊടുക്കും. വളരെ വിശാല മനസ്കന. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് വയസ്സായി, വയ്യാതായി. ക്ഷീണിതനായ ആന ഒരിക്കൽ ഒരു ചതുപ്പിൽ വീണുപോയി. ആനയുടെ ഉച്ചത്തിലുള്ള ചിഹ്നം വിളി കേട്ട് രാജാവ് ഞെട്ടി എണീറ്റു. ഭടന്മാരെയും കൂട്ടി വേഗം അദ്ദേഹം സംഭവ സ്ഥലത്തേക്ക് ചെന്നു. ആന എവിടെ ഇങ്ങനെ ചതുപ്പി കിടക്കുകയാണ്. അവർക്ക് ആർക്കും ആനയെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് രാജാവിനൊരു ബുദ്ധി ഉദിച്ചത്. കൊട്ടാരത്തു നിന്ന് കരുത്തരായ സൈനികരെ മുഴുവൻ സർവ്വസന്നാഹങ്ങളുമായി വരാൻ രാജാവ് കൽപ്പിച്ചു. അവരോട് ആന വീണ് കിടക്കുന്ന ചതുപ്പിനരികിലേക്ക് മാർച്ച് ചെയ്യാൻ പറഞ്ഞു. ഇത് കേട്ട് സൈനികർക്ക് അത്ഭുതം. ഇതെന്നാ പരിപാടി? ഏത് തലയ്ക്ക് ഓളോ? എന്താണ് രാജാവിൻ്റെ ഉദ്ദേശമെന്ന് പട്ടാളക്കാർക്ക് മനസ്സിലായില്ല. സൈനികരോട് രാജാവ് യുദ്ധകാകളം മുഴക്കൂ എന്ന് ആവശ്യപ്പെട്ടു. കാകളം മുഴങ്ങി. ആനയുടെ മട്ടുമാറിയെന്നേ. താൻ യുദ്ധത്തിന് പോവുകയാണെന്ന് ആന വിചാരിച്ചു. സകല ക്ഷീണവും മറന്ന് ആന തടകുടഞ്ഞെണീറ്റു. ചതുപ്പിൽ നിന്ന് വാദിശക്തിയോട് ആന എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി. യുദ്ധം തുടങ്ങാൻ പോകില്ലേ? ജീവിതത്തിൽ തളർന്നു വീഴുമ്പോഴൊക്കെ നമ്മൾ ഓർക്കുക, എത്ര പൊരുതിയാണ്, എത്ര ചതുപ്പുകൾ മറികടന്നാണ് നാം ഇവിടെ വരെ എത്തിയത്. അവശനായി കിടക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ പിന്നിൽ വലിയൊരു പാരമ്പര്യമുണ്ട്. ചാടി എഴുന്നേക്കണം. ഓരോ തളർച്ചയിലും 2 അടി പിന്നോട്ട് വീഴുമ്പോൾ 3 അടി മുന്നോട്ട് കയറാനുള്ള ഊർജം നമുക്കുണ്ടാകണം. ഞാൻ ആ ടൈപ്പാണ്. തളർച്ചയിൽ താങ്ങാകാൻ നമുക്ക് ആ ഊർജത്തിന് കഴിയും. ചതുപ്പിൽ വീണ് കിടന്ന ആനയില്ലേ, യുദ്ധകാകളം മുഴങ്ങിയപ്പോൾ അവൻ്റെ ലക്ഷ്യബോധം അവനുണ്ടായി. അവൻ ചാടി എണീറ്റു. പട്ടാളക്കാർക്ക് അത്ഭുതമായി, രാജാവിന് അത്ഭുതമായി. നമ്മൾ ചതുപ്പിൽ എപ്പോൾ വീഴുന്നു, ചതുപ്പിൽ വീഴ്ത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ചതുപ്പിൽ എപ്പോൾ വീഴുന്നു അപ്പോൾ ചാടി എഴുന്നേൽക്കുക. നിങ്ങൾക്കായി ഒരു പ്രഭാതം ബാക്കി കിടക്കും.